സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓഫീസിലിരിക്കുന്ന ദേവിയെയും ബാലനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അന്ന് ലക്ഷ്മിയമ്മ ഈ വിൽപത്രം എന്നെക്കൊണ്ട് എഴുതിച്ചപ്പോൾ സാധനം കൊണ്ടുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു വീതം വെക്കലിലേക്ക് എത്തേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല ബാല. അതും കണ്ണനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കണ്ണനോട് നിങ്ങൾ ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നോ? അവനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൂടായിരുന്നോ ബാല? അതിനുള്ള ശ്രമങ്ങളിലൊക്കെ ഞാനും ശങ്കരമാമയും ചെയ്തിരുന്നു. ശിവനിൽ നിന്ന് കുറച്ച് പൈസയും മേടിച്ചു കൊടുത്തിരുന്നു. പക്ഷേ കണ്ണൻ അതൊന്നും വാങ്ങാൻ കൂട്ടാക്കിയില്ല തോമസ് സാറേ. ദേവിക്കൊന്ന് കണ്ണനോട് സംസാരിച്ചു കൂടായിരുന്നോ? ഇല്ല തോമസ് സാർ, ഞാൻ പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കുന്ന വിധത്തിലല്ല കണ്ണൻ ഇപ്പോൾ ഉള്ളത്. ചെന്നൈയിലേക്ക് പഠിക്കാൻ പോയ സമയത്തുണ്ടായിരുന്ന അതൊരു സ്വഭാവമേ അല്ല ഇപ്പോൾ അവൻ്റേത്. ഞാൻ വളർത്തിയ എൻ്റെ കണ്ണനും അല്ല ഇപ്പോൾ അവൻ എന്നും പറഞ്ഞ് ദേവി കരയുകയാണ്. ഇത് കണ്ട് ബാലൻ ദേവി എന്ന് വിളിക്കുന്നുണ്ട്. ദേവി സോറി തോമസ് സാറേ, പറഞ്ഞു വന്നപ്പോൾ അറിയാതെ ഉള്ളൊന്ന് പിടഞ്ഞു പോയി. ഇറ്റ്സ് ഓക്കെ. നിങ്ങളെയൊന്നും ഞാനിപ്പോൾ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും അനിയന്മാരെ എങ്ങനെയാണ് വളർത്തിയതെന്നൊക്കെ എനിക്കറിയാവുന്നതല്ലേ, പ്രത്യേകിച്ചും കണ്ണനെ. കേട്ട് ബാലൻ പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പ്രമാണം എഴുതി തരണേ തോമസ് സാറേ, ഞാൻ ഇവിടെ എന്ന് വെച്ച് ഒപ്പിട്ട് തരാം എന്ന് ചോദിക്കുമ്പോൾ തോമസ് സാറ് ചോദിക്കുന്നുണ്ട്, എന്താ ദേവി, ദേവിയുടെ അഭിപ്രായം? ബാലൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിൽ എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ? ഇല്ല തോമസ് സാറേ, ബാലേട്ടൻ ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു എതിരഭിപ്രായവും ഉണ്ടാവില്ലെന്ന് സാറിന് അറിയാമല്ലോ. ശരി, അപ്പോൾ ഞാൻ ഡോക്യുമെൻ്റ് എല്ലാം തയ്യാറാക്കി വെക്കുക. സൗകര്യം പോലെ ബാലൻ വന്ന് സൈൻ ചെയ്താൽ മതി. പെട്ടെന്ന് തയ്യാറാക്കി തരണേ എന്ന ബാലൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ തോമസ് സാർ പറയുന്നുണ്ട്, ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് ശരിയാക്കാം ബാല. പിന്നെ ദേവിയും ബാലനും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ദേവി ബാലനോട് പറയുന്നുണ്ട്, തോമസ് വക്കീലിനെ കണ്ട് പ്രമാണം എഴുതിക്കാൻ കൊടുത്ത കാര്യമൊക്കെ ഹരിയോടും ശിവനോടും കണ്ണനോടും ഒന്ന് പറയണ്ടേ ബാലേട്ടൻ? ആരോട് പറഞ്ഞില്ലെങ്കിലും അവനോട്, ആ കണ്ണനോട് പറയണം. പ്രമാണം എഴുതിക്കാൻ കൊടുത്ത കാര്യം വ്യക്തമായി ഇപ്പോൾ പറയണ്ട. അത് പറയാതിരുന്നാൽ എങ്ങനെയാ ബാലേട്ടാ? ഇനിയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ? അങ്ങനെയൊന്നും ഇല്ല. അതൊന്നും ഉണ്ടാവാത്ത വിധത്തിൽ ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ അവനോട് സംസാരിച്ചോളാം. ഞാനിപ്പോൾ വക്കീലിനോട് പറഞ്ഞ കാര്യത്തിൽ തനിക്ക് എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ ബാലേട്ടാ. ആധാരം എഴുതി കിട്ടാൻ ഇനിയും 10 ദിവസം സമയമുണ്ടല്ലോ. ആ സമയത്തിനുള്ളിൽ ചില തീരുമാനങ്ങൾ എനിക്ക് എടുക്കണം. ഇനി എന്താ ബാലേട്ടാ തീരുമാനിച്ചിരിക്കുന്നേ? ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഒക്കെ പറയാം, താൻ വാ എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ആ മരത്തിൻ്റെ താഴെ കണ്ണൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അവിടേക്ക് ശിവൻ വരുന്നുണ്ട്. എന്താടാ കണ്ണ കാലത്തെ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? ഞാൻ തിരിച്ചു പോയാലെന്ന് ആലോചിക്കുക ശിവേട്ടാ. അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? നിൻ്റെ ആധാരവും പ്രമാണവും ഒക്കെ കിട്ടി അത് വിറ്റ് അതിൻ്റെ പണം കിട്ടിയാലല്ലേ പോകുള്ളൂ എന്നൊക്കെ അല്ലായിരുന്നോ പറഞ്ഞിരുന്നേ? ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ എൻ്റെ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. അതിന് നിൻ്റെ ബിസിനസ് വേണ്ടെന്ന് വെച്ചോ? വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വരാമെന്ന് വിചാരിച്ചു. കൊള്ളാം. ഒരു വരവ് വന്നതിൻ്റെയാ ഇവിടെ ഈ സംഭവിച്ചതൊക്കെ. വരാതിരുന്ന് വന്നപ്പോൾ സുനാമി വന്ന പോലെ എല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചു പോയിട്ട് വീണ്ടും വരാൻ പോവാന്നോ? ഇത്രയും ചെയ്ത് കിട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണോടാ? ഞാൻ എന്ത് ചെയ്തു കൂട്ടിയെന്നാ ശിവേട്ടൻ ഈ പറയുന്നത്? നീ ചെയ്തു കൂട്ടിയതൊക്കെ ഇനിയും പറയിക്കണം എന്നെക്കൊണ്ട്. അവിടേക്ക് ബാലനും ദേവിയും വന്നിറങ്ങുന്നു. എന്താ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ ശിവ? കണ്ണൻ ചെന്നൈയിലേക്ക് തിരിച്ചു പോകുന്നു ദേവേട്ടത്തി. അതെന്താ? കിട്ടാനുള്ള പണം മുഴുവൻ ഒരുമിച്ച് കിട്ടിയിട്ടല്ലേ പോവുള്ളൂ എന്നൊക്കെ വാശിയൊക്കെ ഉപേക്ഷിച്ചോ? ഇവിടെ ഇനി നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് അവൻ പറയുന്നത്. അങ്ങനെ വെറും കൈയോടെയൊന്നും തിരിച്ചു പോവണ്ട കണ്ണാ. നിന്റെ ആവശ്യത്തിനുള്ള പണം കിട്ടാനുള്ള ഏർപ്പാടൊക്കെ ഞാനും ദേവിയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നീ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ നിനക്ക് കിട്ടും. ഒരു 10 ദിവസത്തേക്ക് കൂടി നീ ഒന്ന് ക്ഷമിക്കുക. നീ എന്താ ശിവ കടയിലേക്ക് പോയില്ലേ? പോയി ബാലേട്ടാ, ഗുളിക തീർന്നെന്നും പറഞ്ഞ് അഞ്ചു വിളിച്ചിരുന്നു. അത് മേടിച്ച് കൊടുക്കാൻ വേണ്ടി വന്നത്. ഇത് പറഞ്ഞിട്ട് ദേവിയും ബാലനും അകത്തേക്ക് കയറി പോകുന്നു. ഉടനെ ശിവൻ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, സന്തോഷമായല്ലോ നിനക്ക്? 10 ദിവസത്തിനുള്ളിൽ നീ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന എന്താണാവോ വല്യേട്ടൻ പണയപ്പെടുത്തിയെന്ന് അറിയില്ല. എന്തായാലും 10 ദിവസം കഴിയുമ്പോൾ അറിയാം. നീ സമാധാനമായിരിക്കും എന്നും പറഞ്ഞ് ശിവൻ കണ്ണൻ്റെ തോളിൽ തട്ടി അങ്ങനെ പോകുന്നു. കണ്ണൻ ഇങ്ങനെ ആലോചിച്ച് മരത്തിൻ്റെ താഴെ ഇരിക്കുന്നു. പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന ദേവിയാണ് കാണിക്കുന്നത്. ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അഞ്ജലി ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, ദേവിയേച്ചി പരിപ്പല്ലേ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്? കുറേ നേരമായി അടിക്കുന്നുണ്ടല്ലോ. അഞ്ജു, ഞാൻ കേട്ടില്ല. ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന ഞാൻ കേട്ടു, എന്നിട്ടും ദേവിയേച്ചി കേട്ടില്ല അല്ലേ? എന്താ ദേവിച്ചിക്ക് എന്ത് പറ്റി? മനസ്സിവിടെയല്ലെന്ന് തോന്നുന്നല്ലോ. ഞാൻ ദേവൂട്ടിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അഞ്ജു. ദേവൂട്ടിയും കൊണ്ട് അപ്പു അമരാവതിയിലേക്ക് പോയിരുന്നെങ്കിൽ പിന്നെ ഞാൻ മരിച്ചതിന് തുല്യമായേനെ. ഇതിപ്പോൾ അവളുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൊട്ടടുത്ത മുറിയിൽ അവളുണ്ടല്ലോ, എനിക്കൊന്ന് കാണാമല്ലോ എന്ന ആശ്വാസത്തിൽ ഉറങ്ങാമല്ലോ. ദേവേച്ചിയും ബാലേട്ടനും അതിരാവിലെ എവിടേക്കാണ് പോയത് എന്ന് അഞ്ജുവിൻ്റെ ചോദ്യത്തിന് നമ്മുടെ ദേവി ഉരുണ്ട് കളിക്കുന്നത് കണ്ട് അഞ്ജുവിന് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. ദേവി പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ പോയി ദേവേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ടിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടും അഞ്ജുവിനത് വിശ്വാസമായില്ല. അഞ്ജു പറയുന്നുണ്ട്, എന്തോ ദേവേച്ചി എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്.
ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞ് നമ്മുടെ അഞ്ചു അവിടുന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ദേവൂട്ടി വരുന്നതാണ്. ദേവൂട്ടി അമ്മേ എന്ന് വിളിച്ച് വാതിലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദേവൂട്ടി കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അമ്മ എന്താ എനിക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി തരാത്തേ? അതേ, മോളുടെ മമ്മി അറിഞ്ഞാൽ വഴക്ക് പറയും. മോള് മരുന്ന് കഴിക്കുകയല്ലേ, അതാ എണ്ണയിൽ വറുത്ത ആഹാരങ്ങളൊന്നും തരാത്തേ അമ്മ. എണ്ണയിൽ വറുക്കാത്ത പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് മോളെ വിളിക്കാം കേട്ടോ. എന്നാൽ അമ്മ വേഗം ഉണ്ടാക്കിത്താ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് ദേവൂട്ടി അവിടെ കയറി ഇരിക്കുന്നുണ്ട്. ദേവി പറയുകയാണ്, അത് വേണ്ട, മമ്മി അന്വേഷിക്കുന്നുണ്ടാവും, മമ്മിയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട, പലഹാരം ഉണ്ടാക്കിയിട്ട് അമ്മ കുഞ്ഞിനെ വിളിക്കാം കേട്ടോ. ശരി അമ്മേ എന്നും പറഞ്ഞ് ദേവികുട്ടി അവിടുന്ന് പോകുന്നു. പിന്നെ ഇങ്ങനെ മുറിക്കകത്തിരുന്ന് ആലോചിച്ചിരിക്കുന്നത് നമ്മുടെ ദേവിയാണ് കാണിക്കുന്നത്. ദേവി അപ്പൂൻ്റെ ഓരോ വാക്കുകളും ഇങ്ങനെ ആലോചിക്കുകയാണ്. സ്നേഹം വാരി കൊടുത്ത് എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റരുതെന്നും പിന്നെ കുഞ്ഞ് ഇങ്ങനെ അമ്മയെ ആഹാരം ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അപ്പം ബാലൻ വന്ന് മുറിക്കകത്ത് കയറുന്നുണ്ട്. ദേവി ഇതൊന്നും അറിയുന്നില്ല. ദേവി ഇങ്ങനെ പരിസരം മറന്നിരിക്കുക. ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താണ് താൻ ഇങ്ങനെ പരിസരം മറന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ബാലേട്ടാ, ദേവുമോൾ അപ്പു കാണാതെ എന്നോട് പലഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയിട്ട് വിളിക്കാമെന്നും പറഞ്ഞു. അത് വേണ്ട ദേവി, അപ്പൂന് വാക്ക് കൊടുത്തെന്ന് മറന്നോ? അപ്പൂൻ്റെ സ്വഭാവം തനിക്കറിയാലോ. ഇനി അവളെ വാശി പിടിക്കുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആര് തടഞ്ഞാലും ദേവുമോളെയും കൊണ്ട് അവൾ ഈ സാന്ത്വനം വിട്ട് ഇറങ്ങും. അതിനുള്ള വഴി താനായിട്ട് ഉണ്ടാക്കരുത് ദേവി. എനിക്ക് തന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. ഞാനൊന്നും കേൾക്കാവുന്ന മാനസികാവസ്ഥയിലല്ല ബാലേട്ടാ, എനിക്കറിയാം. പക്ഷേ കാലത്ത് മുതൽ ദേവുമോളുടെ ചിന്തയുമായിരുന്നാൽ ശരിയാവില്ല. തൻ്റെ ഈ മാറ്റം എനിക്ക് പേടിയാവുക. താൻ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ബാലൻ പുറത്തേക്ക് പോകുന്നു. അവരൊത്തുകൂടാറുള്ള ആ മരത്തിന് താഴെ ചെന്നിരിക്കുന്നു. ദേവി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ദേവിയോട് ചോദിക്കുന്നുണ്ട്, ദേവി, ഞാൻ എടുക്കുന്ന തീരുമാനം എന്തു തന്നെയായാലും ഇന്നും താൻ എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. ആ താൻ ഇനിയും അങ്ങനെ തന്നെ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ എന്താ ബാലേട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ? ദേവി, അവഗണിക്കപ്പെടുന്ന സ്നേഹം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ ദേവി? അത് സഹിച്ചു നിൽക്കുന്നതിലും നല്ലത് ആ ജീവിതം വേണ്ടെന്ന് വെക്കുന്നതാണ്. ബാലേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയുന്നത് താൻ എങ്ങനെ ഉൾക്കൊള്ളുമെന്നൊന്നും എനിക്കറിയില്ലെങ്കിലും താൻ എൻ്റെ കൂടെ ജീവിതാവസാനം വരെ എന്തും കാണുമെന്ന വിശ്വാസമുണ്ട് എനിക്ക്. നമ്മൾ ഒരുമിച്ച് നമ്മുടെ കുടുംബത്തെ ഒരു കരയ്ക്ക് കയറ്റാൻ തുഴയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ ആയില്ലേ? കാറ്റും കോളും പേമാരിയും മഴയുമൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്ന് നമ്മൾ മറികടക്കുമ്പോൾ നമ്മൾ ഒന്ന് തളർന്നാൽ നമ്മളെ ചേർത്ത് നിർത്താൻ കൂടെ നമ്മുടെ കുടുംബം ഉണ്ടാകുമെന്ന്. പക്ഷേ നമുക്ക് തെറ്റിപ്പോയി അല്ലേ ദേവി എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന ഈ ബാലനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിനെ